കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാലറാണി ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാലറാണി ആവേ 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 മരിയ അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി അലിവാർന്ന കൃപയുടെ ഉടമ്പടിയേകി തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി കരളലിഞ്ഞു കനിവിയന്നു മിഴി തുറക്കുന്നാദേ ആവേ 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 മരിയ ആവേ 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 മരിയ കനിവിൻ്റെ അമ്മേ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും പ്രാപിക്കാൻ പോവുകയാണ്. വിശുദ്ധ പുണ്യാളൻ്റെ അനുഭവക്കുറിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ജനകോടികളുടെയും ജന്മാന്തരങ്ങളുടെയും അനുഭവത്തിൽ, ആധ്യാത്മിക അനുഭവത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുക, അതിനേക്കാൾ വലിയൊരു കാര്യം ഈശോയ്ക്ക് ഇനി ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ്റെ നിത്യതയും നിത്യയാവനയും ഒരുമിച്ച് സംരംഭമാക്കുന്ന കൃപയുടെയും അനുഗ്രഹത്തിൻ്റെ ഉച്ചയും ഉറവയുമാണ് പരിശുദ്ധ കുർബാന. കുർബാനയുടെ ഓരോ ഭാഗങ്ങളിലും പരിശുദ്ധാത്മാവ് നിറയുകയും എങ്ങനെയാണോ പരിശുദ്ധ ഓസ്തിയും തിരുവോസ്തിയും വീഞ്ഞുമൊക്കെ ഈശോയുടെ ശരീരരക്തമായി പരിവർത്തനം ചെയ്യപ്പെടുന്നത്, അതേ പരിശുദ്ധാത്മാവിന് തന്നെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴ് കുർബാന അർപ്പിക്കുന്ന സമയങ്ങളിലേക്ക് നമ്മളിലേക്കും അനുരണനവും അഭിഷേകവും ചെയ്യാൻ പോകുന്നത്. അതിന് യോഗ്യമായ പാത്രമായിരിക്കുവാൻ നമ്മുടെ ഹൃദയ വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുർബാന അതീവ ഭക്തിയോടെയും പരിശുദ്ധമായ ഹൃദയത്തോടെ അർപ്പിക്കുന്നതിനായി നമ്മുടെ അയുഗത ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. ഒരു നിമിഷം മൗനമായി പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുക, അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങളിപ്പോഴേ ഞങ്ങളുടെ മനസ്സ്, ശരീരം, ആത്മാവ്, വിചാരം, വാക്ക്, പ്രവൃത്തി മൂലം ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ നകന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയം നിർവീര്യമായി ഞങ്ങളുടെ ആത്മാവിനെ വിലകെട്ടതാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കുർബാന അർപ്പിക്കുന്നതിനായി
ഞങ്ങൾ അനുതാപത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുമായി ഈ അനുതാപം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുമായി അങ്ങ് അനുരഞ്ജനപ്പെട്ടിടമേ. ആഴമായ ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും ബലിയർപ്പിക്കുവാൻ, ഈ ബലി പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഇതൊരു അനുഭവമായി മാറുവാനും ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ, പരിശുദ്ധമേ ദേവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ബലിയുടെ സമയം മുഴുവനും പ്രാർത്ഥിക്കണമേ. എല്ലാവരും സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ തന്നെ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പ്രിയമുള്ളവരെ, കൈകൾ കൂപ്പി കണ്ണുകളടച്ച് അൾത്താറയുന്ന പൗരോഹിത്യ പാരമ്പര്യത്തിന് അനുപേക്ഷണീയമായ പാപക്ഷമ സ്വീകരിക്കുക. കർത്താവേ, അങ്ങയുടെ അഭിഷേകത്തിന് ഇപ്പോഴ് ഈ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും പാപക്ഷമയ്ക്ക് വേണ്ടി ഞങ്ങളുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുകയാണ്. നീയും മനുഷ്യനും കണ്ടുമുട്ടിയ കാലം മുതൽ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മധ്യത്തിലുള്ളതാണ് ബലിപീഠം. ഈ ബലിപീഠത്തിൽ നിന്ന് കർത്താവേ, നീ തന്നെയാണ് ജനങ്ങളോട് ചരിത്രത്തിലൂടെ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴേ ഏറ്റവും പുതിയ ഈ നിമിഷത്തിലെ അങ്ങയുടെ നാമത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി യോഗ്യമാക്കാൻ വേണ്ടി വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഉപേക്ഷ കൊണ്ട് ചെയ്തു പോയ മറുത്തു പിഴച്ച പാപങ്ങളെക്കുറിച്ച് കൈപ്പോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ നിന്റെ കരുണയുടെ വലത് കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവിടെ സംരക്ഷകനായ ദൈവമേ, അങ്ങേ കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല, വിശുദ്ധവുമല്ല. ദൈവമേ, അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ സമർത്ഥമാക്കണമേ. ദൈവമേ, അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായി അനുഭവിക്കുന്ന പോലെ ദൈവമേ, അനശ്വരമായി മുറിപ്പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. നമ്മുടെ ഇടയിൽ വസിച്ച് അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ച് കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം യോഹന്നാൻ അവന് സാക്ഷ്യം നൽകി ഇങ്ങനെ പറഞ്ഞ, ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. അവൻ്റെ കൃപയുടെ പൂർണ്ണതയെന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ വചനം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ സുവിശേഷം വചന സന്ദേശം ഹൃദയത്തിൽ സാന്ത്വനമേകും വചനം നമ്മുടെ
ദൈവവചനം തിരുവചനം ഇത്ര ധന്യതയേകും വചനം ജീവദായക വചനം 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 തിരുവചനം ഹൃദയത്തിൽ സാന്ത്വനമേകും വചനം മാധ്യസ്ഥം വഹിക്കണമേ. ദൈവവചനം തിരുവചനം വചനം ജീവദായക വചനം 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 തിരുവചനം വചനം വചനം തിരുവചനം. ഇരിക്കുക. യേശുമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വായിച്ച് കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിലെ 14-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെയാണ്. അതൊരു പ്രധാനപ്പെട്ട ധ്യാന വിഷയം നിയമം മോശ വഴി നൽകപ്പെട്ടു. കൃപയും സത്യമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ വലിയ ആശ്വാസത്തോടും അതിശയത്തോടും അത്ഭുതത്തോടും കൂടിയാണ്. 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് എന്താണ്? ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് കാനായിലെ കല്യാണവും അവിടെയുള്ള ഭൗതികമായ വിഭവങ്ങളുടെ ശോഷണവും ഇല്ലായ്മയും ഒക്കെ വന്നിട്ട് ഈശോ തൻ്റെ കരുണയാലും കൃപയാലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാലും ആ ഇല്ലായ്മയെ പരിഹരിക്കുന്നത്. പക്ഷേ ഈ കാനായിലെ കല്യാണത്തിൽ വരുന്ന ആ അനുഗ്രഹവും ആശ്വാസവും ഒക്കെ അതിൻ്റെ അടിസ്ഥാന വചനം 1-ാം അധ്യായത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാര്യം എന്താണ്? കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഉണ്ടായി. നിയമം മോശ വഴി നൽകപ്പെട്ടുള്ളൂ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു ആശ്വാസമാണ്. എന്താ കാര്യം? കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒക്ടോബർ മാസത്തിൽ ഇറങ്ങാൻ പോകുന്ന നമ്മുടെ കൃപാസനത്തിൻ്റെ പത്രത്തിലൊരു സാക്ഷ്യമുണ്ട്. ഒരു സാക്ഷ്യമില്ല, അത്രയും തന്നെ ആ ടൈപ്പ് 3 സാക്ഷ്യങ്ങളുണ്ട്. അതായത് ഒരു കുട്ടി 1-ാം ക്ലാസ് മുതൽ പഠിക്കുക. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ അവന് 1-2 വിഷയങ്ങൾ അവൻ തോറ്റുപോകും. എന്താ? അതിനാവശ്യമായ ബുദ്ധി അല്ലെങ്കിൽ ചില സബ്ജക്റ്റുകൾ ഓർത്തിരിക്കാൻ ഓർമ്മശക്തിയില്ല. ബുദ്ധി കുറവാണ്, ഓർമ്മശക്തി കുറവാണ്. പിന്നെ പഠിക്കാനുള്ള വൈഭവം നൈപുണ്യമൊക്കെ, അത് കാരണം അവന് ആത്മവിശ്വാസമില്ല. അപ്പോഴവൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മ നമ്മൾ എപ്പോഴും ഈ വചനങ്ങളും കേൾക്കുകയും വചനപരിസരങ്ങളിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓൺലൈനിലായിരിക്കും. അവൻ്റെ അമ്മ ഉടനെ വിചാരിച്ച് ഇപ്പോൾ നമ്മുടെ കൃപാസനത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ? ഉടമ്പടി പ്രാർത്ഥനയാണ്, അല്ലേ? കാര്യം ഉടമ്പടി ചെയ്തിട്ട് 1 മാസത്തിനുള്ളിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളുടെ മേൽ മാതാവിൻ്റെ വലിയ സമയത്തിൻ്റെ മേലും സന്ദർഭത്തിൻ്റെ മേലും പരിശുദ്ധ അമ്മയ്ക്കുള്ള അധികാരം അംഗീകരിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം, പുതിയ ഇസ്രായേലിൻ്റെ ജീവിതചരിത്രം ആരംഭിക്കുന്നത്. പുതിയ ഇസ്രായേലിൻ്റെ ജീവചരിത്രം ആരംഭിക്കുന്നത്
പരിശുദ്ധ അമ്മയ്ക്ക് മനുഷ്യരാശിയുടെ മേലുള്ള ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ സന്ദർഭവും, ഞാൻ ഉദ്ദേശിക്കുന്ന കാനായിലെ കല്യാണമാണ്, അത് സന്ദർഭമാണ് അല്ലേ. ആ സന്ദർഭത്തിനുള്ള ഒരു സമയമുണ്ട്. ആ സമയവും അമ്മ തന്നെ ഫിക്സ് ചെയ്യണത്, ആ സന്ദർഭവും അമ്മ തന്നെ ഫിക്സ് ചെയ്യണത്. ദൈവവേദനയിലെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിൽ ദൈവാനുഗ്രഹം വേണം, അത് ഏത് സമയത്തിന് മുമ്പേ വേണമെന്നുള്ളതല്ല. അമ്മ ഒരു തീരുമാനിച്ചാൽ ആ തീരുമാനമായി. ഈശോ പിന്നെ അത് തിരുത്താൻ പോകത്തില്ല. അതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഒരു ബലമെന്ന് പറയണത്. അമ്മ ഒരു തീരുമാനം എടുക്കുക. അപ്പം നിൻ്റെ അയോഗ്യത പോലും യോഗ്യത, കൃപ പോലും ഇക്കാലങ്ങളിൽ നമ്മളിലേക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മ വഴിയാണെന്നുള്ള സൂചനയാണ്. അതായത് കൃപയെന്ന് പറഞ്ഞാൽ എന്താ? കൃപ ദൈവത്തിൻ്റെ ശക്തിയാണ്, 2 കൊറിന്ത്യർ 12:10. പക്ഷേ നമ്മളുടെ മെരിട്ടല്ലാതെ കിട്ടുന്നതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നും പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷിക്കുന്നത്. അതാ യോഹന്നാൻ 1:17 പറയണത്. നിയമം അപ്പം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിയമപ്രകാരം അവൻ തോക്കാൻ സാധ്യതയുണ്ട്, ഇല്ലേ? കാര്യം 1ാം ക്ലാസ് തൊട്ട് 9ാം ക്ലാസ് വരെ ഓരോ 2 വിഷയത്തിൽ നിന്ന് ഒറ്റ ആൾക്കാർ 10ാം ക്ലാസ് വരുമ്പോൾ ടക്കെന്ന് എല്ലാം കൂടി ഇടിഞ്ഞുകൂടി താഴെ വീഴും. അതാണ് നിയമം. അതായത് നമ്മളുടെ കഴിവും കപ്പാസിറ്റിയും അനുസരിച്ചുള്ള മെരിട്ട് എന്ന് പറയും. പൗലോസ് അപ്പോസ്തലൻ ഇനി മെരിറ്റ് എന്നാണ് പറയണത്. എന്നിട്ട് അദ്ദേഹം പറയും നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയും. അതായത് വിശ്വാസം വഴി കൃപയാലാണ്. ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായി ശ്രദ്ധിക്കട്ടെ. ജീവദായക വചനം. ശ്രുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുസ്തോത്രം, 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 യേശുസ്തോത്രം. 1 കൊറിന്ത്യർ 15:9. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. നമുക്ക് തോന്നാവുന്നൊരു കാര്യമാണിത്. നമ്മൾ പഠിക്കുന്ന കുട്ടികളിലെ, നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളിലും നമ്മുടെ ഫണ്ടിലിരിക്കുന്ന കുട്ടികളിലും ഒക്കെ ചിലപ്പോൾ നമ്മൾ പഠനകാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിരിക്കും, ഇല്ലേ? ചില ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് 2 നില വീട് വെക്കാൻ ഉദ്ദേശിക്കണത്? അവിടെ ചുറ്റുവട്ടങ്ങൾ കാശുണ്ടായിട്ടല്ല, കിഡ്നി വിറ്റാണ് 2 നില ഉണ്ടാക്കുന്നത്. എന്താ കാര്യം? അവിടെ ചുറ്റുവട്ടങ്ങളിലെല്ലാവരും വലിയ വലിയ ആൾക്കാരായി മാറുമ്പോൾ അവർ നിസ്സാരന്മാരായിട്ട് തോന്നണവർക്ക്. ഇനി ഇവിടെ ചിലർ എന്നോട് പറയാം, അച്ഛാ ഒരു തിരി വഞ്ചരിച്ചതായോ, എന്തിനാ? അല്ല, ഇത് വിറ്റിച്ചിട്ട് എവിടെയെങ്കിലും പോകാനാ? ഇവിടെ എല്ലാവരും വലിയ വലിയ വീട് വെച്ചിരിക്കുകയാണ്. അപ്പം മകൾക്കൊരു കല്യാണക്കാര്യം വന്നിട്ട് വരുന്ന ആൾക്കാരൊക്കെ വലിയ വീട് നോക്കി ആണ് പോകുന്നത്. ഞങ്ങളുടെ വീടാണെന്ന് പറയുമ്പോൾ അപ്പോഴവിടെ ചെല്ലുമ്പോൾ ഇത് നിങ്ങളുടെ വീടൊന്നും അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീടല്ലേ, നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന വീട് ആ കാണുന്നതാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവർ പറയും നിങ്ങളുടെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പല പല ആൾക്കാരുടെ വീട്ടിൽ കയറി. അപ്പോൾ അവിടെ ഉള്ളിൽ വീടണ്ടേ, ഇതാണോ നിങ്ങളുടെ വീട്? അപ്പം നമ്മൾ നിസ്സാരന്മാരായി മാറുന്നു, അല്ലേ? മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് തോന്നുന്നു നമ്മളൊരു നിസ്സാരന്മാരെ. പക്ഷേ ഇതൊരു ദൈവദൃശ്യത്തിൽ ഏറ്റവും വലിയ ഒരു യോഗ്യതയുടെ ഒരു ഭൗതിക സാഹചര്യം, കൃപയുടെ ഭൗതിക സാഹചര്യമാണ് നിൻ്റെ നിസ്സാരത. എന്താ കാര്യത്തിൽ അതാണ് അപ്പോസ്തലന്മാരെ കൂടി നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇതുപോലെ നിസ്സാരനാണ്. എന്താ? പത്രോസ് കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ, ഇല്ലേ? പൗലോസ കൂടെ ഉണ്ടായിരുന്ന തന്നെയല്ല, കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ കൊല്ലാൻ നടന്നയാളാണ് പൗലോസ്. ആ പത്രോസിനും പൗലോസിനും ഒരേ യോഗ്യതയാണോ? അതാണ് അദ്ദേഹം പറയണത്. എന്താണ്? ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. പിന്നെ വേറെ പുസ്തകമുണ്ട്, അവസാനം വന്നയാളാ പൗലോസ്. അവസാനം വന്നയാളല്ലേ, അല്ലേ? അവസാനം വന്ന ആളിനെ ആദ്യം വന്ന ആളിൻ്റെ അത്രയും തന്നെ കൊടുക്കാനാണ് എൻ്റെ ഇഷ്ടമെങ്കിൽ ഞാൻ ഉദാഹരണമായത് നിമിത്തം നീ അസൂയപ്പെടുന്നു എന്നും പറഞ്ഞൊരു വചനമില്ലേ? അതേതാ? മത്തായിയുടെ സുവിശേഷം, അല്ലേ? മത്തായിയുടെ സുവിശേഷം ഈ 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ഒന്ന് ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ശ്രുതികട. നന്നായി ശ്രുതികട. ഹല്ലേലൂയ. സ്വർഗരാജ്യം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ, 1 മുതൽ 16 വരെ തിരുവചനങ്ങൾ.
നമുക്ക് കർത്താവിനെ ശ്രവിക്കാം ഇതിലൂടെ. ഇപ്പം ഈശോ തന്ന വചനമായത്. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കുവാൻ അതിരാവിലെ പുറപ്പെട്ട വീടുടമസ്ഥന് സദൃശ്യം. ദിവസം 1 ദനാറ വീതം വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിച്ചു. 3-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചില ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ, ന്യായമായ കൂലി നിങ്ങൾക്കും ഞാൻ തരാം. അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു. ഏകദേശം 11-ാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ദിവസം മുഴുവനും അലസരെ നിൽക്കുന്നത് എന്ത്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു, ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക. 11-ാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ദിനാറ ലഭിച്ചു. തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു. എന്നാൽ അവർക്കും ഓരോ ദിനാറയെ കിട്ടിയുള്ളൂ. അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെറുപെറുത്തു. അവസാനം വന്ന ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ. എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ. അവരൊരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്യുന്നില്ല. 1 ദിനാരയ്ക്ക് നീ എന്നോട് സമ്മതിച്ചതല്ലേ, എൻ്റെ കൂലി വാങ്ങി പോയിക്കൊള്ളുക. നിനക്ക് അവസാനം വന്ന ഇവന് നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എൻ്റെ ഇഷ്ടം. എൻ്റെ വസ്തുവകകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ? ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു? ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ഈ ഭാഗം വായിക്കുമ്പോൾ ഇപ്പോഴിപ്പോൾ ഈശോ 1 കൊറിന്ത്യൻസിൻ്റെ 15:9 അപ്പോസ്തലന്മാരിൽ ഞാൻ നിസ്സാരനാണ് എന്ന് പൗലോസ് പറയുമ്പോൾ ഈശോ പറഞ്ഞു, ദൈവത്തിലെ പല കാര്യങ്ങളിലും ചിലപ്പോൾ മറ്റ് വ്യക്തികളെക്കാൾ നീ നിസ്സാരനായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവ് കുറഞ്ഞവരോ ആയിരിക്കും. ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ സ്വാധീനമാകാം. ചിലർ ഒരിക്കൽ ഒരു മകനെ അവന് മെഡിക്കൽ എൻട്രൻസിന് പോയതിന് ശേഷം നിരാശപ്പെട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ പീച്ചിലിന് തടമെടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. വൈകുന്നേരം വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക. പിന്നെ പോയി കുളിക്കണം. അപ്പം ഞാൻ തോട്ടത്തിൽ ചെളിയൊക്കെ വാരിക്കൊണ്ട് നിൽക്കുക. തൈക്കൽ പള്ളിയിൽ ഇരിക്കുന്ന കാലത്തുള്ള സംഭവമാണിത്. എനിക്ക് തോന്നുന്നത് ഒരു 1996-ലോ 97-ലോ ആണ് ഈ സംഭവം നടക്കണത്. അപ്പോൾ ഈ പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞ്, അപ്പോൾ എൻ്റെ ഒരു വല കൊണ്ടൊരു വേര് കെട്ടിയിട്ടുണ്ട്. വലയുടെ അകത്താണ് ഈ പട്ടിയും പൂച്ചയൊന്നും കയറി കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വല കെട്ടിയിട്ടുണ്ട്. വലയുടെ അകത്ത് ഞാൻ നിൽക്കുക. ഞാൻ ലുങ്കിയും ബനിയൊക്കെ ഇട്ട് നിൽക്കുക. അച്ഛനാണെന്നൊന്നും പറയത്തില്ല, ഞാൻ ചെളിയാണ് കയറിക്കുക. അപ്പോൾ ഇവൻ എന്നെ അറിയാവുന്നതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഭയങ്കര പ്രയാസമാണ് അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ? അമ്മ പറഞ്ഞു അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് വിഷമിക്കാൻ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, നീ അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പള്ളിയിൽ കുർബാനയ്ക്ക് ഇരിക്കാനല്ലേ, അച്ഛൻ ചെളിയപ്പോഴും ലുങ്കി കൊടുത്ത് നിൽക്കുക. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, എന്താണ് മോനെ? അത് ഞാൻ പാലായിൽ എൻട്രൻസിന് പോയി, പക്ഷേ അച്ഛാ കിട്ടത്തില്ല അച്ഛാ.
കാര്യം എൻ്റെ അപ്പനൊരു മത്സ്യത്തൊഴിലാളിയാണ്, എനിക്കൊരു സ്വാധീനമില്ല. അപ്പനാണ് എൻ്റെ കൂടെ വന്നത്, അപ്പൻ്റെ അവസ്ഥ അറിയാമല്ല. അവിടെയൊക്കെ ഭയങ്കര സ്വാധീനമുള്ള ആൾക്കാരാണ് വരണേ, ഭയങ്കര സ്വാധീനമുള്ള ആൾക്കാർ. അപ്പം അന്നൊക്കെ ഇന്നത്തെ പോലെയുള്ള ഒരു സിസ്റ്റമില്ല, കാശ് കൊടുത്ത് സീറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം ലക്ഷങ്ങളുള്ളവർ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത് സീറ്റ് വാങ്ങിക്കുക. ഇപ്പം കിട്ടത്തില്ലെന്ന് ഉറപ്പായി. ഇവനെയാണെങ്കിൽ ഇവൻ്റെ മനസ്സ് പറയുന്നുണ്ട് കർത്താവ് അവനെ സഹായിക്കുമെന്ന്. പക്ഷെ കഴിവില്ല, നിസ്സാരനാണ്. വിദ്യാഭ്യാസപരമായിട്ട് മാർക്ക് മറ്റവരുടെ കൂടെ കോമ്പറ്റ് ചെയ്ത് വരണില്ല, മാർക്ക് കോമ്പറ്റ് ചെയ്ത് വരണില്ല, സാമ്പത്തികമില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല. അത് ഒന്ന് കുറഞ്ഞ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ശരിയാ. അതായത് ഈ നിസ്സാരത 1-15 അപ്പോസ്തലന്മാരിൽ ഞാൻ നിസ്സാരനാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. പൗലോസിൻ്റെ ക്വാളിറ്റി പിന്നെയുണ്ട്, സഭയെ പീഡിപ്പിച്ചവനാണെന്ന്. ചില സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അബോർഷനോ അല്ലെങ്കിൽ ചില സമയത്ത് വലിയ പാപങ്ങളോ സംഭവിക്കാം. ഈ ചെറിയ പാപങ്ങളൊക്കെ നേരത്തെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചിലർക്ക് അത് നെഗറ്റീവായിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പറയണത്. എന്താ ഇത് ഞങ്ങളിപ്പോൾ ഗുണം പിടിക്കാതെ കിടക്കണ കാരണം ഞങ്ങളുടെ പൂർവികരെന്തോ അപരാധം ചെയ്തിട്ടാണെന്നാണ്. പൂർവികർ അല്ല അങ്ങനെ പറയണരില്ലേ ഇല്ലേ? ഞങ്ങളെ ഗുണം പിടിക്കാതിരിക്കുക. ചിലർ പറയും ഞാൻ 2 ആഘോഷം നടത്തി, 1 ആഘോഷം വന്ന് പോയതാ, മനഃപൂർവ്വമല്ല വന്നു പോയതാ. ഇപ്പം ഈ പ്രാർത്ഥന ഞാൻ വലിയ രോഗിയാണ്, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം, ഈ മരുന്നും പിടിക്കാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ദൈവത്തിൻ്റെ കോപമായിരിക്കും. പക്ഷേ കർത്താവിൻ്റെ കൃപയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് കൊണ്ട് നിൻ്റെ മെരിട്ടെന്ന് പറയണത് നിൻ്റെ പാപം തന്നെയാണ്. കാര്യം മനസ്സിലായ? കഴിഞ്ഞ കാലങ്ങളിൽ നീ ആത്മവിശ്വാസമില്ലല്ലോ നിനക്ക് പ്രാർത്ഥിക്കാൻ. എന്താ കാര്യം? നിനക്ക് പാപം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ കുടുംബത്തിലെ ആൾക്കാർ കൊലയുമായിട്ട് നടന്ന ആൾക്കാരാണെന്ന് പറഞ്ഞല്ലേ നിനക്ക് പ്രാർത്ഥിക്കേണ്ടത്. പൗലോസപ്പോസൻ പറഞ്ഞ പൗലോസത്തിൻ്റെ മെരിട്ട് തന്നെ അയാളെ കൊലപാതകത്തിൽ നടന്നതിൻ്റെ മെരിട്ടയാൾക്കുള്ളത്. കാര്യം മാറുക, നേരെ തിരിച്ചാണ് വരണത്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പാപി ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവതിരുസന്നിധി വരാൻ അത് യോഗ്യതയാണ്. നിനക്ക് അനുതാപം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ കാര്യം എന്നറിയാവോ? അതായത് പൗലോസ് പറഞ്ഞിട്ട്, അതായത് ഞാൻ അപ്പോസ്തലന്മാരെ നിസ്സാരനാണ്. 1-15 പിന്നെയുണ്ട് എന്താ, ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പോസ്തലൻ തന്നെ പേരിന് പോലും, ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് പോലും ചിലപ്പോൾ നീ യോഗ്യമല്ലെന്ന് വരാം. ചിലപ്പോൾ നിൻ്റെ ഉള്ളിൽ തരും കർത്താവ് ഞാനൊരു ക്രിസ്ത്യാനി പോലും അല്ല. എന്താ കാര്യം? സഹോദരസഹമില്ലാതെ ജീവിച്ചതും സ്വന്തം അപ്പൻ മരിക്കണ സമയത്ത് കഞ്ഞി പോലും കൊടുക്കാൻ പറ്റിയ എന്നെ നാട്ടുകാർ കളിയാക്കണത് അങ്ങനെയാണ്. നീ അപ്പന് കഞ്ഞി കൊടുക്കാത്തവനാണെന്നൊക്കെ പറയും, നിൻ്റെ അമ്മയും നോക്കാത്തവനാണെന്ന് പറയും. എന്ത് ചെയ്യാം, പറ്റിപ്പോയി, അങ്ങനെ ആയിപ്പോയി. എൻ്റെ മനഃപൂർവ്വമല്ല, എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ. ഞാൻ വെള്ളം അടിച്ച് അധിവാസിയായിട്ട് നടന്നപ്പോൾ, ആരെയും മൈൻഡ് ചെയ്യാൻ നടന്നപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്. കർത്താവേ ക്ഷമിക്കണേ എന്ന് നമുക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കിത് ഇപ്പോൾ ഒരു അനുതാപം ഉണ്ടെങ്കിൽ അത് മതി. അതാണ് പറഞ്ഞത്. അതായത് ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ച നിമിത്തം അപ്പോസ്തലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനുമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് പോലും ചിലപ്പോൾ നീ യോഗ്യമല്ലായിരിക്കും. ഇപ്പം നീ അത് ഓർക്ക ദൈവവേദലേ, അത് നിൻ്റെ അത് നിൻ്റെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ നിനക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹം നിൻ്റെ യോഗ്യത നോക്കിയല്ല, മറിച്ച് എന്താണ്, കർത്താവിൻ്റെ കൃപ മൂലമാണെന്ന്. ആ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിരുന്ന വിഷയത്തെക്കുറിച്ച് നിനക്ക് കർത്താവ് ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ഒരു അനുതാപം മാത്രം മതി. എന്നെ കൈ നെഞ്ചത്ത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് ദൈവമേ, സുവിശേഷത്തിൽ പറയുന്നത് പോലെ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ പ്രിയപ്പെട്ടവരോടും സഹപ്രവർത്തകരോടും എന്തിനേറെ എൻ്റെ മാതാപിതാക്കന്മാരുടെ പോലും ഞാൻ വേദനിപ്പിച്ച് പെരുമാറിയിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല, യോഗ്യയല്ല. എങ്കിലും കർത്താവേ, നീ എന്നെ
ത്തിലേക്ക് അമ്മയുടെ സന്നിധാനത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന് നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും ഇന്ന് എന്നെ സന്ധിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെന്നും ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ കർത്താവ് നിന്റെ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കുന്നത് എൻ്റെ യോഗ്യതയാലല്ല, നിന്റെ കൃപയാലാണ്. ആ കൃപയെ നീ വർദ്ധിപ്പിക്കണമേ. സുരികട ഹല്ലേലൂയ. യേശു സ്തുതി. ഹല്ലേലൂയ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തായിരിക്കുന്നുവോ എന്ന് പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. എന്നിൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അതുകൊണ്ടാണ് നിയമം നമ്മൾ ആദ്യം കണ്ടില്ലേ, നിയമപരമായിട്ട് നോക്കാനാണെങ്കിൽ എൻ്റെയും നിൻ്റെയും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ചില ആൾക്കാർ പറയണേ കഞ്ഞിയുടെ വെള്ളം കിട്ടത്തില്ലെന്ന്. അത് ശരിയാ, നിയമപരമായിട്ട് നോക്കിയ നിയമം മോശം വഴി ഉണ്ടായതാ. കർത്താവ് അതിനെ റൈറ്റ് ഓഫ് ചെയ്യണത് സ്വന്തം വിശുദ്ധ രക്തത്താലാണ് റൈറ്റ് ഓഫ് ചെയ്യണത്, അല്ലേ? വചനം എന്താ പറയണത്? നിയമപരമായി ഇപ്പം ആ കുട്ടിയെ എന്താ സംഭവിച്ചെന്നറിയാവോ? ഇപ്പോഴ് നമ്മൾ കണ്ടില്ലേ, അതായത് അവൻ 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെ അവൻ ഈ 2 വിഷയത്തിനും 3 വിഷയത്തിനും തോറ്റ്. 10-ാം ക്ലാസ് ആയപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ നിയമപ്രകാരം ഇവൻ തോക്കാൻ സാധ്യതയുണ്ട്. നിയമത്തിൻ്റെ അപ്പുറത്ത് യോഗ്യത നോക്കാനാണെങ്കിൽ ഇവൻ തോക്കാൻ സാധ്യതയുണ്ട്. കാര്യം ബുദ്ധി കുറവാണ്, ആലോചന കുറവാണ്. പിന്നെ എന്താ എൻ്റെ മക്കളെ, എന്തെങ്കിലും കാര്യത്തിന് സ്വാധീനമോ മെറിറ്റോ യോഗ്യതയോ കഴിവോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കാനുള്ള സാധ്യത തെളിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. സാധ്യത തെളിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധ്യത തെളിയണത് എങ്ങനെയാണ്? വിശ്വാസം മൂലമാണ്. വിശ്വാസം മൂലം കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ശ്രുതികടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നന്നായി ശ്രുതികടെ ഹൃദയത്തിൽ ശാന്ത. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹൃദയത്തിൽ സാന്ത്വനമേകും വചനം, ദൈവവചനം, തിരുവചനം, ഇത്ര ധന്യതയേകും വചനം, ജീവദായക വചനം, 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 തിരുവചനം. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കുകയുമില്ല. പ്രിയമുള്ളവരെ, കൃപ വരുമ്പോൾ പ്രവൃത്തിക്ക് അവിടെ വലിയ പ്രാധാന്യമില്ല. അതാണ് റോമാലേഖനം 11:6. അത് കൃപയാൽ ആണെങ്കിൽ പറഞ്ഞ് പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. ഇപ്പം ഞാൻ പണ്ട് ലാറ്റിൻ ഗ്രാമർ പഠിക്കണ കാലത്ത് സെമിനാരി പഠിക്കുമ്പോൾ എനിക്ക് എൻട്രൻസ് എക്സാമിനേഷനുണ്ട്. ഈ നമ്മുടെ സെമസ്റ്റർ എൻട്രൻസൊക്കെ സെമിനാരിയിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ എല്ലായിടത്തും ആയത്. 100 കൊല്ലം മുമ്പ് സെമിനാരി കരിക്കുലത്തിൻ്റെ മാർക്ക് എൻട്രൻസ് എന്ന് പറയണത്. ഇപ്പോൾ എൻട്രൻസ് പാസ്സായില്ലെങ്കിൽ ഫിലോസഫി കോളേജ് അഡ്മിഷൻ കിട്ടത്തില്ല. പക്ഷേ ഞാൻ പഠിച്ചത് ലാറ്റിൻ ഗ്രാമർ ലാറ്റിൻ ഗ്രാമർ പ്രധാനപ്പെട്ട സംഭവമാണ് എൻട്രൻസിന്. പക്ഷേ ഞാൻ പഠിച്ചത് 3 കൊല്ലം മുമ്പാണ്. 3 കൊല്ലം കഴിഞ്ഞാണ് പിന്നെ എൻട്രൻസ് എക്സാമിനേഷൻ വന്നത്. അപ്പോഴേ എനിക്ക് ഒരു രക്ഷയുമില്ല. കാര്യം ഞാൻ ഇരുന്ന് എൻട്രൻസിന് കയറിയില്ലെങ്കിൽ ഫിലോസഫി കോളേജിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ വൈദിക പഠനം നിർത്തി വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെ നൂല തൂങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ലാറ്റിൻ ഗ്രാമർ പഠിച്ചിട്ട് എനിക്ക് മനസ്സിലാവണമില്ല. കുറച്ച് മനസ്സിലാകും, പക്ഷേ ആദ്യമൊക്കെ മനസ്സിലാകും. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ മനസ്സിലാകത്തില്ല, ബ്രെയിൻ ക്യാച്ച് ചെയ്യത്തില്ല. എനിക്ക് കണക്ക് ഇത്തിരി പാടുള്ള ആളാണ്. കണക്ക് പഠിക്കുന്ന ആൾക്കാർക്ക് ഭാഷ പഠിക്കാൻ പറ്റും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന് കർത്താവിൻ്റെ തിരുസന്നിധി മാറാതെ നടക്കും. എന്താ കാര്യം, നമ്മൾ പഠിക്കുന്ന ആൾക്കാരുടെ കൂടെ നിസ്സാരനാണ്. എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണവരെല്ലാം യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നു സെമിനാരി പഠിക്കുന്ന സമയത്ത്. അവിടെ കൂടെ നമ്മൾ നിസ്സാരനാണ് ശരിക്കും. ഇവിടെയല്ലേ എപ്പോഴെല്ലാം ഞാൻ ആര്യവൈദ്യ പോയപ്പോൾ ഒരു 3 യൂണിവേഴ്സിറ്റി റാങ്കാണ് എൻ്റെ ക്ലാസ്സിലുള്ളത്. അത്രയും ബുദ്ധിസാക്ഷരന്മാരുടെ കൂടെ ഇരുന്ന അപ്പോൾ ആ പഠിക്കുന്ന കാലത്ത് നമ്മൾ നിസ്സാരനാണ്. ഇപ്പം ജീവിതത്തിൻ്റെ ഓരോ മേഖലയും നിസ്സാരത തോന്നിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. എന്താ കാര്യം, അപ്പോസ്തലന്മാരും ഞാൻ നിസ്സാരനാണ്. പിന്നെ ഒരു നെഗറ്റീവ് പോയിൻ്റാണ്, എന്താണ്, ഞാൻ ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ചവനാണ്, ക്രിസ്ത്യാനി എന്ന പേരിന് പോലും യോഗ്യനല്ലാത്തവനാണ്. ഇപ്പം നമ്മുടെ അയോഗ്യത വർദ്ധിക്കുമ്പോൾ എന്ത് പറ്റും, ദൈവത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കും. അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ രാത്രി മുഴുവൻ ഞാൻ ദുഃഖ വെള്ളിയാഴ്ച 22 മണിക്കൂർ പഠിക്കേണ്ടി വന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് PDCക്ക് പോയ 2 സബ്ജക്റ്റ് പോയി. ഞാനിന്ന് നാടകവും ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇവിടെ വരുമ്പോൾ അന്നും കലയുമായിട്ടാണ്, കലയും സാഹിത്യവും സംസ്കാരവും. അപ്പോൾ വരുമ്പോൾ പഠനത്തിൽ ഇത്തിരി പ്രശ്നമുണ്ടാകും. രാത്രിയും പകരുന്ന് പഠിച്ചിട്ട് തുഴഞ്ഞിട്ട് കരയേറില്ല. ഇപ്പം എൻ്റെ IC അടിച്ച് പോണ പോലെ എനിക്ക് ബോധക്കേടുണ്ടായി. ഞാനൊരു ദൈവം തോറ്റു പോകുമായിരിക്കുക. അപ്പോൾ അന്ന് ഈ ഇംഗ്ലീഷ് ബൈബിൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട് 2 മണിക്ക് രാത്രിക്ക്. ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ്, ദുഃഖ വെള്ളിയാഴ്ച കുരിശിന് വഴിക്ക് പോകത്തില്ല. കാര്യം പിറ്റേ ദിവസം 2 പരീക്ഷയുണ്ട്, യൂണിവേഴ്സിറ്റി പരീക്ഷയുണ്ട്, 2 സേ പരീക്ഷയുണ്ട്. അത് രാവിലെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് വേറെ പരീക്ഷ. ഇപ്പോൾ പരീക്ഷക്കാരനെ ഇങ്ങനെ തലക്ക് ഭ്രാന്തി പിടിച്ചിരുന്നപ്പോൾ ഞാനവിടുത്തെ പെട്ടുപോയായിരിക്കും. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു 20 കോടി കടമുള്ള ഒരു മനുഷ്യൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുക, അച്ഛാ പെട്ടുപോയാ? ഞാൻ പറഞ്ഞു, എവിടെ പെടാൻ? കാര്യം ഞാൻ പെട്ടുപോയ എത്ര മനുഷ്യർ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. പെട്ടുപോയ എത്രയോ മനുഷ്യരെയാണ് കടയിൽ നിന്ന് കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പിടിച്ച് കയറ്റണത്. ഞാൻ പറഞ്ഞു പെട്ടുപോകത്തില്ല. എന്താ കാര്യം, എന്നെ ദൈവം പരസമയത്ത് പെട്ടുപോണ സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവെ പെട്ടുപോയാ? തീർന്നാ? വീട്ടിൽ പോകേണ്ടി വരുക? അപ്പോഴാണ് ഇംഗ്ലീഷ് ബൈബിൾ ഇരിക്കണത് മുമ്പിൽ. അപ്പം അന്ന് കരിസ്മാറ്റിസം ഒന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല, കേരളത്തിൽ പ്രചരിച്ചിട്ടില്ല. ഇപ്പം കർത്താവിൻ്റെ ഈ ബൈബിളൊക്കെ ദൈവത്തിൻ്റെ ചരിത്രമാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ വീട്ടിൽ നിന്ന് വന്നതിലേ ഉള്ളൂ, സെമിനാരി പഠിക്കാൻ തുടങ്ങിയേ ഉള്ളൂ. ഈശോൻ്റെ ജീവചരിത്രമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ സംഭവം ഈശോൻ്റെ തനി വചനമാണെന്നും ദൈവം അതിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുമ്പോൾ അത് നമുക്കിപ്പോൾ ഭരിക്കണ, അങ്ങനെ ബൈബിള് അങ്ങനെ വരണ കാര്യമൊന്നും എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു അവസ്ഥ കൊണ്ടും എന്നെ സഹായിക്കാൻ ആരില്ലാഞ്ഞുകൊണ്ടും പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ച്. കർത്താവ് ഈ പരിശുദ്ധാത്മാവിനെ സഹായം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണേ. ആരുമില്ലാണ്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നീ അത് വായിക്കാൻ പറഞ്ഞ്. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നിച്ചതല്ലേ പരിശുദ്ധാത്മാവ്. ഉടനെ ഞാനിങ്ങനെ കുറേ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കാര്യം എനിക്കറിയേണ്ടത്, ഞാൻ പെട്ടുപോയാൽ പട്ടം കിട്ടുക, വീട്ടിൽ പോകേണ്ടി വരുക, തോറ്റ് പോരേണ്ടി വരിക എന്നാണ് അറിയേണ്ടത്. ഇപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്കൊക്കെ വരെ മെസ്സേജ് എടുത്ത് തരണില്ലേ? അത് തുടങ്ങിയത് 70 ഞാൻ ഒരു ബ്രദറായിരിക്കുന്ന സമയത്ത് തുടങ്ങിയതാ. ഞാൻ പെട്ടുപോകുമോ എന്ന് വിചാരിച്ചിട്ട് പഠിച്ചിട്ടും കയറാതെ വന്നപ്പോൾ, ഞാൻ കരക്ക് നീന്തിയിട്ട് കയറാതെ ഡെഡ് ബോഡിയായിട്ട് കരയിൽ അടിയേണ്ടി വരുമോ എന്ന് വിചാരിച്ച് ഉള്ള സംഘത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അമ്മ പോയുമായിട്ട് എനിക്ക് അത്രയും അത് വലിയൊരു ബന്ധമില്ലാഞ്ഞൊരു കാലമായിരുന്നത്. പിന്നെയല്ലേ വലിയ വലിയ ബന്ധങ്ങളൊക്കെ ആയത്. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. കാര്യം ഒന്നുമില്ല, കുറഞ്ഞ പക്ഷം നമ്മൾ സ്ഥൈര്യലേപനം ചെയ്ത ആൾക്കാരല്ലേ. അപ്പോൾ ആളുണ്ടല്ലോ, നമ്മൾ ആളെ അന്വേഷിക്കാൻ തിരക്കൊക്കെ ചെയ്യാത്ത കൊണ്ടല്ലേ ഇല്ലേ. പക്ഷേ നമ്മൾ വിശ്വാസിയാണെങ്കിൽ ആൾ ആക്റ്റീവാകും. എന്നോട് പറഞ്ഞു, അത് വായിക്കാൻ പറഞ്ഞു. ഞാനിവിടെ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിച്ചു, തുറന്ന് നോക്കുകയും. ഇപ്പം എൻ്റെ വിഷയം എന്താ, ഞാൻ പെട്ടുപോയി. കാര്യം ലാറ്റിൻ ഗ്രാമറും തോക്കും, യൂണിവേഴ്സിറ്റിയും തോറ്റ് കഴിഞ്ഞാലും പുറത്ത് പോകേണ്ടി വരും. അപ്പം അറ്റ കൈ നിൽക്കുക. ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് വിശ്വാസ പ്രമാണം ചൊല്ലി ജസ്റ്റ് ഇങ്ങനെ തുറക്കുകയും. ഇംഗ്ലീഷാണ്. ഞാൻ കണ്ട വചനം എന്താണെന്നറിയാമോ? ഐ വിൽ ബ്ലെസ് ജോസഫ്. എൻ്റെ അമ്മേ, ഞാൻ വല്ലാണ്ടായിപ്പോയി. അതായത് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സമയമാണ്. അതായത് ഈ അർദ്ധരാത്രി 2 മണിക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ജീവിതം പെട്ടുപോയെന്ന് നോക്കുമ്പോൾ കർത്താവ് എന്നോട് ചോദിക്കുന്നത്, ഐ വിൽ ബ്ലെസ് ജോസഫ്. ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. അപ്പം ഇങ്ങനെ എനിക്കിപ്പോൾ ഉള്ളൊരു ഭാഗ്യം തന്നെ, എൻ്റെ അപ്പന് ഈ ജോസഫ് എന്ന് പേരിട്ടുകൊണ്ടാണല്ല, കർത്താവിൻ്റെ വചനത്തിലൂടെ എനിക്ക് കർത്താവിന് പെട്ടെന്ന് ആക്സസ്. വല്ല സജീവെന്ന വല്ലതൊക്കെ പേരിട്ട പണി കിട്ടിയേനെ. പേരിടുമ്പോൾ ഒന്ന് ഓർത്തേക്കണേ, ദൈവത്തിന് നിരക്കണ പേരിടണേ.
അല്ല, ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. ദൈവത്തിന് നിരക്കണം. നമ്മൾ വിശ്വാസിയാണ്, ദൈവത്തിൻ്റെ ആളാണെന്ന് ഉള്ള ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എളുപ്പം കിട്ടും. ഐ വിൽ ബ്ലെസ് ജോസഫ്. ജോസഫിനെ ഞാൻ അനുഗ്രഹിക്കും. പിന്നെ സൂര്യപ്രകാശത്തിൽ വിരിയുന്ന സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ബലങ്ങളെക്കുറിച്ച് ഈശോ സംസാരിച്ചു. ഞാനിപ്പോൾ സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ബലങ്ങളെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ പുസ്തകത്തിൻ്റെ പേരതാണ്. അതന്ന് പറഞ്ഞതാണ്. ഇത് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 33-13 അധ്യായത്തിൽ ആ വാക്കിൽ നിന്ന് ഈശോ സംസാരിച്ചതെന്ന്. അപ്പോഴെനിക്ക് ഈ വാക്ക് കേട്ടോടുകൂടി എൻ്റെ മനസ്സിന് ധൈര്യമായി. എന്താണ്? എൻ്റെ പേര് ചൊല്ലി വിളിച്ചില്ലേ, 16 കോടി ലക്ഷക്കണക്കിന് കോടി ജനുഷ്യരുണ്ടെങ്കിലും നിൻ്റെ പേര് ദൈവപൈതലെ ദൈവത്തിനറിയാം. അതാണ്, നിൻ്റെ പേര് ദൈവത്തിനറിയാം. ഐ വിൽ ബ്ലെസ് ജോസഫ്. അന്ന് ദൈവം ഒരിക്കലും അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ദൈവം മാറത്തില്ല. അതാണ് ഈ ഉടമ്പടിയുടെയൊക്കെയുള്ള ഗുണമത. നമുക്ക് ഈ ഉടമ്പടി, ഞാൻ 48 മണിക്കൂർ നിർത്താതെ ജപമാല ചൊല്ലിയപ്പോഴാണ് അമ്മ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത്. വിജയനാണ് എന്നോട് പറഞ്ഞത്, വിജയകുമാർ എന്നോട് പറഞ്ഞത് എഗ്രിമെൻ്റ് അമ്മ പറയണമെന്ന്. ഞാൻ പറഞ്ഞ എഗ്രിമെൻ്റ് അല്ല, നിങ്ങൾ ഇനി അമ്മ പറയും ജസ്റ്റ് റൈറ്റ് ഓഫ്. ഞാൻ അമ്മയുടെ ആൾക്കാരെ പോയി നിൽക്കുക. ഞാൻ അമ്മയുടെ ആൾക്കാരെ പോയി വേളാങ്കണ്ണിയിൽ വീണ്ടും ചോദിച്ചു, അമ്മയെ എഗ്രിമെൻ്റ് അല്ലല്ലോ അമ്മേ, പിന്നെ എന്താ ഉള്ളത്? ബൈബിളിൽ എഗ്രിമെൻ്റ് ഇല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ളത്. 4 കൊന്തയില്ല. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ 8 പോയിൻ്റുകൾ എഴുതി. ഞാനത് വാങ്ങിച്ചെടുത്തിട്ട് അത് 16 പോയിൻ്റായിട്ട് കൂട്ടി. അങ്ങനെ അത് വന്ന് ഉടമ്പടി. ദൈവവും മനുഷ്യനും തമ്മിൽ ചെയ്യണ കാര്യം എന്താ? ഉടമ്പടി. ഉടമ്പടി ചെയ്ത ദൈവം വിശ്വസ്തനായിരിക്കും. നമ്മൾ ആ 4 കാര്യങ്ങൾ എഴുതിയില്ലേ, ആ 4 കാര്യങ്ങളുടെ മേൽ ദൈവം വിശ്വസ്തനായിരിക്കും. അപ്പം നമ്മൾ 4 കാര്യങ്ങളുടെ മേൽ വിശ്വസ്തനായിരിക്കണം. അത് ആദ്യത്തെ എന്താണ്? 3 പാപങ്ങൾ ഉപേക്ഷിക്കുക. രണ്ടാമത്തെ എന്താണ്? ബുധനാഴ്ച ശനിയാഴ്ച ഉപവസിക്കുക. മൂന്നാമത്തത് എന്താണ്? ഉടമ്പടി പ്രാർത്ഥന ആദ്യ ചൊവ്വാഴ്ച, ആദ്യ ഞായറാഴ്ച, 3-ാം ചൊവ്വാഴ്ച കൂടുക. പിന്നെ എന്താ? കർത്താവിനെ അറിയാതെ അറിയിക്കാൻ വേണ്ടി പത്രം മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുക. 4 കാര്യം. അപ്പം നമ്മൾ അതിൽ വിശ്വസ്തരാണെന്നുണ്ടെങ്കിൽ ദൈവവും വിശ്വസ്തനായിരിക്കും. ഇപ്പം നമുക്ക് ഉറപ്പാണ് വിഷയം. ഇപ്പം അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കണത്. ആ കൊച്ചിൻ എന്താ ചെയ്തിരിക്കണേ? അവൻ 1-ാം ക്ലാസ് തൊട്ട് 9-ാം ക്ലാസ് വരെ തോക്കുകയെ 10-ാം ക്ലാസ്സിലായപ്പോൾ അവൻ്റെ അമ്മ അവനെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യിച്ചു. ഉടമ്പടി ചെയ്യിച്ചാൽ എന്താ ഗുണം? പിന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. പിന്നെ എന്താണ്? അവൻ്റെ കഴിവല്ല, ബുദ്ധിയല്ല. ആ വിദ്യാർത്ഥികളിൽ ചിലപ്പോൾ നിസ്സാരനായിരിക്കാം, ബുദ്ധിപരമായിട്ട് നിസ്സാരനായിരിക്കാം, ഓർമ്മശക്തി കൊണ്ട് നിസ്സാരനായിരിക്കാം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, കർത്താവിൻ്റെ കൃപയാൽ. ഞാൻ അപ്പോസ്തലന്മാർ നിസ്സാരനാണെന്ന് 1 കൊരിന്ത്യർ 15:9 പറയുമ്പോൾ ഈ കൃപയെന്ന് പറയണത് നിൻ്റെ നിസ്സാരതയെ സാരമാക്കുന്നതാണ്. ഇപ്പോഴ് അവൻ്റെ 79% മാർക്കാണ് വാങ്ങിച്ചിരിക്കുന്ന ആൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 1-ാം ക്ലാസ് തൊട്ട് 9-ാം ക്ലാസ് വരെ 2 വിഷയം തോറ്റ കക്ഷി ഉടമ്പടി ചെയ്തപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപയാൽ. ഇപ്പം നമുക്കൊരു ആവേശമാണ്. എന്താ കാര്യം? ആവേശമാണ്. അതായത് നമുക്ക് യോഗ്യത എന്തെങ്കിലും വിഷയത്തിൽ കുറവാണെങ്കിലും ഇപ്പം എന്താ വചനം എഴുതിയിരിക്കണത്? നിയമം മോശ വഴി ഉണ്ടായി അല്ലേ, പിന്നെ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. ഈ യേശുക്രിസ്തു വഴി ഉണ്ടായ കൃപ നമ്മളിലേക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാനും സമയവും സന്ദർഭവും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് കാലമായില്ലെങ്കിൽ പോലും, കൃപയ്ക്ക് കാലമായില്ലെങ്കിൽ പോലും, കൃപയ്ക്ക് സാഹചര്യമായില്ലെങ്കിൽ, സന്ദർഭമായില്ലെങ്കിൽ പോലും, കൃപയ്ക്ക് സമയമായില്ലെങ്കിൽ പോലും, സന്ദർഭം നിന്നെ രക്ഷിക്കാനുള്ള സമയമോ സന്ദർഭമോ ആയില്ലെങ്കിൽ പോലും പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ നിശ്ചയിക്കുമ്പോൾ നിന്നെ സന്ദർശിക്കുക, നിന്നെ രക്ഷിക്കാനുള്ള സമയം. ദൈവവേദന അതാണ് ഉടമ്പടിയുടെ കാതല്. അതായത് നിന്നെ രക്ഷിക്കാൻ, നിൻ്റെ മക്കളെ രക്ഷിക്കാൻ, നിൻ്റെ വീട് രക്ഷിക്കാൻ, നിൻ്റെ കടം മാറ്റാൻ, നിൻ്റെ രോഗം സുഖപ്പെടാൻ സന്ദർഭമായില്ലെങ്കിൽ അതിന് സന്ദർഭം വരണില്ല, ഒരവസരം കിട്ടണില്ല അച്ഛാ, സന്ദർഭം കിട്ടണില്ല. സന്ദർഭമായില്ലെങ്കിൽ പോലും, സമയമായില്ലെങ്കിൽ പോലും കാനായിലെ അമ്മ സന്ദർഭം നിശ്ചയിച്ചു, കാനായിലെ അമ്മ സമയം നിശ്ചയിച്ചു. യേശു അത് തീരുമാനിച്ചു, യേശു അത് അംഗീകരിച്ചു. അതാണ് അമ്മയുടെ മധ്യസ്ഥൻ്റെ ശക്തി. അത് നമുക്ക് അനുഭവിക്കുന്നത് ഉടമ്പടിയിലൂടെയാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. നമ്മൾ പൗലോസിൻ്റെ കാര്യം പറഞ്ഞിരിക്കണേ. പൗലോസ് അവസാനം വന്നയാളാ. പൗലോസിനെ കുറിച്ചാണ്
മത്തായിയുടെ ശ്ലീഹായുടെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത് 20-ാം അധ്യായത്തിൽ അല്ലേ? 20-ാം അധ്യായത്തിൽ പൗലോസ് അവസാനം വന്നയാളല്ലേ? ആണോ? തന്നെയല്ല, പൗലോസ് പറയുന്നുണ്ട് ഞാൻ നിസ്സാരനായിരുന്നു. പിന്നെ എന്താണ് എൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാ? ഒന്ന്, ഞാൻ നിസ്സാരനാണ്, അപ്പോസ്തലന്മാരുടെ നിസ്സാരനാണ്. പിന്നെ എന്താണ്? ഞാൻ കർത്താവിൻ്റെ സഭയെ പീഡിപ്പിച്ചവനാണ്. ഇപ്പം 2 നെഗറ്റീവ് പോയിൻ്റാണ്. ഇപ്പം ഞാൻ 2 അബോർഷൻ കഴിഞ്ഞ ആളാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ സഹോദരന്മാരോട് ഭിന്നിച്ച് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ അപ്പനെ മാനിക്കാത്ത ആളാണ്, ഞാൻ കഞ്ചാവ് കച്ചവടത്തിൽ പോയി പോലീസ് പിടിച്ച് കേസായ ആളാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിനക്ക് ഇതെല്ലാം ഇപ്പോഴെന്ത് പറ്റിയെന്ന് പറയണത്? കഴിഞ്ഞ കാലം നിൻ്റെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെല്ലാം ശാപമല്ല, അതെല്ലാം ഇപ്പം അനുഗ്രഹമായി പറയുകയാണ്. എന്താ? ഞാൻ അപ്പോസ്തലന്മാർ നിസ്സാരനാണ്, ഞാൻ അപ്പോസ്തലന്മാരെ സഭയെ പീഡിപ്പിച്ചയാളാണ്. ദൈവമേ നീ എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയാണ് നിനക്ക് ഉള്ളതെന്നെങ്കിൽ ഇപ്പം നീ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ നിയമം മോശ വഴി ഉണ്ടായി, നമുക്ക് കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അതായത് കൃപ എവിടെയാണ് പ്രവർത്തിക്കണതെന്നും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കൃപയാലാണെങ്കിൽ പ്രവൃത്തികൾ അധിഷ്ഠിതമല്ല. കൃപയാലല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയുമായിരിക്കുകയില്ല. 11:6 റോമാലേഖനം. അപ്പം ഇതൊന്നും പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല. അതിൻ്റെ കർത്താവ് നിനക്ക് തരുന്ന സൗജന്യ ദാനമാണ്. നമ്മൾ ഐസയ്യാ 15:55 വായിക്കുമ്പോൾ എന്താ? ദാഹാർത്തരെ വരുവിൻ, സൗജന്യമായ ഗോതമ്പ് വീഞ്ഞും വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളാൻ. പ്രൈസ് ദി ലോർഡ്. ഗോതമ്പ് ഭൗതികമായ അനുഗ്രഹത്തെയും കൃപ ആധ്യാത്മിക അനുഗ്രഹത്തെയും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അതിൽ ഐസയ്യാ പറയണത് 55:1, ദാഹാർത്തരെ വരുവിൻ. നിനക്കുണ്ടാകേണ്ട മെരിറ്റ് എന്താണ്? ദാഹം ഉണ്ടായാൽ മതി. നീ ഒരു പാപിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ വീണ്ടെടുക്കപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ യോഗ്യതയുള്ള ദൈവപൈതലാണ് ഞാനെന്ന്. നിനക്ക് ഒരു ദാഹം ഉണ്ടെങ്കിൽ, നിനക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അത് സൗജന്യമാണെന്ന് പറയണത്. അത് പ്രവൃത്തികളാലല്ല, അനുഗ്രഹം പ്രവൃത്തികളാലല്ല. പിന്നെ എന്താണ്? അത് ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. പൗലോസ് മാനസാന്തരപ്പെട്ടോടുകൂടി സാവൂളായിരുന്ന മനുഷ്യൻ പൗലോസായി മാറിയപ്പോൾ പത്രോസ് 2 സഭ സ്ഥാപിച്ചപ്പോൾ പൗലോസ് 14 സഭ സ്ഥാപിച്ചു. പത്രോസിന് 14 ഇരട്ടി ജോലിയാണ് വരണത്, ഇല്ലേ? ഒരു മാനസാന്തരം ഉണ്ടാകുമ്പോൾ വരുന്ന വിഷയം എന്താ? അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞാൽ ഈ കൃപ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പൗലോസിനെ പോലെ പല കാര്യങ്ങളിലും ഞാൻ നിസ്സാരനും, ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് പോലും എന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എന്നെ അയോഗ്യമാക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനമേ, യോഹന്നാൻ 1:17 അടിയൻ തിരിച്ചറിയുന്നു നിയമം മോശ വഴി ഉണ്ടായി, കൃപ സത്യം യേശുക്രിസ്തു വഴി. കർത്താവിൽ നിന്നെ ആശ്രയിക്കുമ്പോൾ എന്റെ യോഗ്യത കൊണ്ടല്ല, 14 റോമാലേഖനം 11:6 പ്രാർത്ഥിക്കുന്നു. എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ പ്രവൃത്തി മൂലമല്ല, അങ്ങനെ കൃപ മൂലമാണെന്ന്. കർത്താവേ, എന്റെ കഴിഞ്ഞകാല പ്രവൃത്തികള് അതിനെക്കുറിച്ച് ലജ്ജിക്കുമ്പോൾ, അതിനെക്കുറിച്ച് അനുതാപപ്പെടുമ്പോൾ അതിന്റെ കൃപ ലഭിക്കാനുള്ള എന്റെ യോഗ്യതയായി മാറുകയും അപ്പോസ്തലന്മാരിലെ 1 കൊരിന്ത്യസ് 15:9 എഴുതിയിരിക്കുന്ന പോലെ അപ്പോസ്തലന്മാരിലെ നിസ്സാരനായാലും യോഗ്യതയില്ലാത്തവനായാലും ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചവനായാലും ക്രിസ്ത്യാനി എന്ന പേരിന് അയോഗ്യനായി പോയാലും കർത്താവേ, നിന്റെ കൃപയാൽ എൻ്റെ ആ കഴിവുകളെയും എൻ്റെ സ്വാധീനക്കുറവുകളെ അതിജീവിച്ചുകൊണ്ട് നീ എന്നെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഞാൻ ആ മകനോട് പറഞ്ഞു, ഞാൻ ചെളിയും കൈയും കൊണ്ട് നിൽക്കുകയല്ലേ പിച്ചിൻ്റെ തോട്ടത്തിൽ. അപ്പോൾ അവനാണ് പറയണത്, അച്ഛാ ഭയങ്കര കാശുകാർ വന്ന് സീറ്റെല്ലാം എടുത്തുകൊണ്ട് പോകണം. ഞാനവിടെ പട്ട ചെന്ന പടിവാതിൽ തുറക്കുക, അവരവസ്ഥയിലാണ് നിൽക്കണത്. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്നത്? എൻ്റെ പെട്ടെന്ന് മനസ്സിൽ ഞാൻ ഈ കൈ ചെളി നിൽക്കുകയാണ്, ചെളി വാരിച്ച് വീശലിട്ടിട്ട് ആ അവിടെ കുളമില്ല. ഞാൻ ഇനി എൻ്റെ മേടെ പോകണമെങ്കിൽ 10-100 മീറ്റർ നടക്കണം. പിന്നെ എനിക്ക് തിരിച്ചു വരേണ്ട ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ കൈ കൊണ്ടുപോയി അവിടെ തൈത്തെങ്ങുണ്ടായിരുന്നു, തയ്ക്കുന്നതിൻ്റെ കോഞ്ഞാട്ടയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഉരച്ച്
പിച്ചളി മുഴുവനും മാറ്റി. എന്നിട്ട് ഇവൻ്റെ ബട്ടൻ്റെ ഹുക്സ് ഊരി, ഇവൻ ബട്ടൺസ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ നെഞ്ചത്തെൻ്റെ കൈ വെച്ച് ഞങ്ങളൊരു വിശ്വാസ പ്രമാണം ചെയ്യില്ലേ. ഒരു വിശ്വാസ പ്രമാണം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പച്ച കാർഡ് കാണിച്ച് കർത്താവ്, ഒരു പച്ച കാർഡ്. അപ്പം ഞാൻ പറഞ്ഞു, മകനെ വെയിറ്റ് ചെയ്യ്, ഒരു പച്ച കാർഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പച്ച കാർഡ് ഈശോ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജൂലൈ മാസമായി, ഓഗസ്റ്റായി, സെപ്റ്റംബറായി. ഈ സെപ്റ്റംബർ മാസത്തിലും അവന് കാർഡ് വന്നില്ല. മെഡിക്കൽ കോളേജിലെല്ലാം പഠനങ്ങൾ തുടങ്ങി. അവൻ്റെ അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞില്ലേ പച്ചക്കാട് വരുമെന്ന്, നമുക്ക് പച്ചക്കാട് വരുവടാ എന്ന് പറഞ്ഞു. അത് അമ്മയുടെ ഒരു വിശ്വാസമാണ്. അതൊരു വിഷയമാണ് മക്കളെ, ഏറ്റവും വലുത് അതാ. വിശ്വാസം വഴി കൃപയാലാണ് രക്ഷിക്കപ്പെടണമെന്നില്ലേ. അപ്പം കൃപ നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മെറിറ്റ്, നമുക്ക് യോഗ്യതയില്ല, സംവരണത്തിലില്ല, നമ്മൾ സംവരണത്തിലില്ല, മാർക്ക് റാങ്കിങ്ങിലില്ല, നമുക്ക് യോഗ്യതയില്ല. പിന്നെ എന്താ സംഭവമാണത്? വിശ്വാസം വഴി കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപ വരണമെങ്കിൽ വിശ്വാസം വഴിയാണ്. പക്ഷെ അമ്മയുടെ വിശ്വാസം ഇത്തിരി കൂടിയതാ. നമ്മൾ ഈ വചനം കേൾക്കണേ എന്തിനാ? വിശ്വാസം അപ്ഗ്രേഡ് ചെയ്തെടുക്കണേ. അമ്മ പറഞ്ഞ്, അച്ഛൻ പറഞ്ഞില്ലേടാ പച്ചക്കാട് വരുമെന്ന്, ഈശോക്ക് പച്ചക്കാട് തരും. അപ്പോൾ ഇവനെയാണ് ഈ പച്ചക്കാട് എന്താണെന്ന് മനസ്സിലാകണില്ല, എനിക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലാകാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ കാത്തിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അവൻ വന്ന് ഇങ്ങനെ വിഷമിച്ചിട്ട് പോകും. ഞാൻ ഈശോനെ പറഞ്ഞെടുത്ത് ഈശോയുടെ വിഷമിച്ച് അവൻ വന്നിട്ടുണ്ട് ഏടാ എന്ന് പറയും. ഞാൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്നെങ്കിൽ അപ്പം തന്നെ ഞാൻ ഈശോനോട് ഏൽപ്പിക്കുന്നത്, അവൻ പിന്നെയും വന്നിട്ടുണ്ട്, എന്ത് പരിപാടി, ഒരു പിടിയും കിട്ടണില്ല, വേറെ കോളേജിൽ പോണാ അല്ലെങ്കിൽ രണ്ടാമത് എൻട്രൻസ് പോണാ, എങ്ങനെ പരിപാടി ഒന്നും അറിയാൻ പാടില്ല. അവസാനം ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം നമ്മുടെ ഈശോ പറഞ്ഞ്, അതായത് മക്കളെ ഈ പരിശുദ്ധാത്മാവിനെ നമുക്കൊരു നിവർത്തിയില്ലേട്ടാ. പരിശുദ്ധാത്മാവില്ല ഒരു അടിമിനോട് പോകാൻ പറ്റത്തില്ല. ഈ നിമിഷം എന്ത് ചെയ്യും നമ്മൾ? നമുക്ക് ആ പച്ചക്കാടിൻ്റെ ഒരു ഒറ്റപ്പിടുത്തത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഒറ്റപ്പിടുത്തത്തിൽ നിൽക്കുകയാണ്. അത് ഈശോക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. പണ്ട് എൻ്റെ കൂടെ പഠിച്ചൊരു പെങ്കൊച്ചുണ്ടായിരുന്നു. അവളുടെ കൂടെ ഇരുന്ന് ഞാൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്, ഞങ്ങൾ ഒരു ഗ്രൂപ്പ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പിന്നെ 5ാം ക്ലാസ് 10ാം ക്ലാസ് ഒരുമിച്ച് ക്ലാസ്സിൽ പോയിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പട്ടത്തിന് പോയി. ഞാൻ അച്ഛനെ കഴിഞ്ഞു. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു രാത്രി ഇവൾ എൻ്റെ അടുത്ത് വന്നു. അപ്പം നിറച്ച ആളെൻ്റെ അന്ന് കൗൺസിലിംഗ് നടക്കുമ്പോൾ ഈ ഷീറ്റൊന്നുമില്ല. അപ്പോൾ വന്നവർ അച്ഛനെ കണ്ടുപോകുന്നൊരു കാലമായിരുന്നു 89. വന്നവർ കണ്ടുകൊണ്ട് പോകും. പക്ഷേ അപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കും. ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ. അതാണ് ഇപ്പം എല്ലാ ക്രമീകരണമായത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് മേരിയല്ലേ? ഞാൻ പറഞ്ഞ് അതെ അച്ഛാ. അപ്പോൾ ഇവിടെ കരയാണ്. ഞാൻ എന്ത് പറ്റി? ഹസ്ബൻഡ് ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ഉപേക്ഷിച്ച്. അതിൻ്റെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചതിനല്ല പ്രശ്നം. ഹസ്ബൻഡ് ഉപേക്ഷിച്ച അമ്മായിയമ്മ ഭയങ്കര ഒരു ജിന്നായിരുന്നു. അങ്ങനെ അവളെ ഒരു വെറുക്കപ്പെട്ട വ്യക്തിയായിട്ട് അവർ ഒഴിവാക്കി. മക്കളുമായില്ല. മക്കളുമായതുകൊണ്ട് ഒഴിവാക്കി. അപ്പോൾ ഹസ്ബൻഡിന് കത്ത് പോലും വരണില്ല, വിളിക്കണില്ല. അന്ന് ഫോണില്ല. ശരിക്കും ഒരു ബന്ധവുമില്ല. 4 കൊല്ലമായി. വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വേറെ പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇവൾ കെട്ടിച്ച് വന്നിട്ട് വീട്ടിൽ നിൽക്കുകയല്ലേ. അപ്പോൾ കല്യാണം വെക്കണില്ല. വീട്ടിൽ വന്ന് നിന്നപ്പോൾ കല്യാണം വെക്കണില്ല. ആരുടെ? ആങ്ങളമാരുടെ. അപ്പോൾ അത് വലിയ പുരിവാരായി. അപ്പോൾ ആങ്ങളമാർക്കും വെറുപ്പായി. അമ്മയും അപ്പനും താങ്ങി പിടിച്ച് നിർത്തിയാലും ആങ്ങളമാരുടെ കല്യാണം വെക്കാതെ വന്നപ്പോൾ ഇവിടെ നിന്ന് നിൽക്കണ കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ട് ഹോസ്റ്റലിലാക്കി കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുക. എന്നിട്ട് ആങ്ങളമാർ 4000 രൂപ വെച്ച് ഭക്ഷണത്തിന് കാശ് അയച്ചു കൊടുക്കും. ഹോസ്റ്റലിൽ നിന്നപ്പോൾ 2-3 പ്രാവശ്യം ഒരു ആങ്ങളെ ഒന്നും കളി ആങ്ങളെ അയക്കുമ്പോൾ അടുത്ത മാസം മുത്താങ്ങളെ അയക്കും. ഇങ്ങനെ അയച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എന്തിനാ? അവളെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ആങ്ങളെ കല്യാണം നടത്താൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഒരു ദിവസം 2 മാസമായിട്ടും പൈസ കിട്ടില്ല ഹോസ്റ്റലിൽ. ആങ്ങളമാർ ഉഴപ്പി. അപ്പം മേട്ടർ നല്ല പുളിച്ച തെറി ഇവളെ പറഞ്ഞ്. അപ്പം ഇവളാണെങ്കിൽ മാന്യമര്യാദയുള്ള കുടുംബത്തിൽ നിന്ന് മാന്യതയോടെ ജനിച്ച് ജീവിച്ച് വന്ന ആളാണ്. ഇങ്ങനെയൊന്നും കേട്ട് ഇങ്ങനൊരു സാഹചര്യം പരിചയമില്ല. അപ്പം ആങ്ങളമാർക്കും വേണ്ട. മേട്ടർ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന് ഇങ്ങനെ മനസ്സിന് വേദനിക്കണ വർത്താനം കൂടി പറഞ്ഞപ്പോൾ ഇവൾക്ക് ഭ്രാന്ത് പിടിച്ച് ഇവൾ 2ാം നിലയിൽ നിന്ന് ചാടി താഴേക്ക് ചാകാൻ വേണ്ടി. ചത്തില്ല.
അപ്പോൾ ഉടനെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ആ ഹോസ്റ്റലും മേട്ടറും പറഞ്ഞ് ഇനിവിടെ നിൽക്കാൻ പറ്റത്തില്ല, നീ ഇവിടെ ചാകണമെങ്കിൽ പിന്നെ ഞാൻ സമാനം പറയേണ്ടി വരുന്നു, വീട്ടിൽ കൊണ്ടുവന്നു പിന്നെയും ഓരോ ദിവസം തോറും സംഗതി പുലിവാല വരികയാണേ. ഒരു തുടങ്ങിയ വിഷയമുണ്ട് എന്തുമാത്രം ഒരു സ്ത്രീ ഇങ്ങനെ. അപ്പം വീട്ടിലും ഇപ്പം എല്ലാവരുടെയും മോന്തം കയറ്റി ഇരിക്കുകയാണ്. ഇവർക്ക് ഇവരോട് ആരും സംസാരിക്കണമില്ല. അപ്പം അങ്ങനെ ഒരു ദിവസം ആരും പറഞ്ഞ് ഇങ്ങനെ ഒരു അച്ഛനെ ഇരിക്കൊണ്ട് അപ്പം തിരക്കി പൊഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ജോസഫ് പണ്ട് പട്ടണത്തിന് പോയായിരുന്നു, അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കണമെന്ന്. എന്നെ കണ്ടിട്ടില്ലല്ലോ 12 കൊല്ലമായിട്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആകെപ്പാട് ഡെസ്പായി. കാര്യം ഞങ്ങൾ വളരെ സ്നേഹിച്ച് സന്തോഷിച്ച് പഠിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ മുമ്പ് നിൽക്കണം, നിറച്ച ആളെ നിൽക്കുകയാണ്. ഇവളോട് എന്താണ്, ഇവർക്ക് ഇനി തിരിച്ചു പോകണം, 10-35 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം. സന്ധ്യയായി. ഇപ്പോഴാണ് ഞാൻ ആളെ കാണുന്നത്. ആളെ നേരത്തെ വന്നതാണ് പറയണത്, പക്ഷെ നിറച്ച ആളാണ് ഇവിടെ. ഞാനുടനെ എൻ്റെ ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തലേ കൈവച്ചു. തലേ കൈവയ്ക്കുകയും ഈശോ പറഞ്ഞ് ഈ തലേ കൈവയ്ക്കുക 30 എന്ന് കാണിച്ചു. 30 ഞാൻ പറഞ്ഞ മേരി. അപ്പോൾ ഒരു തിരുമ അടിച്ചിട്ട് വാഴ്ത്തി കൊടുത്തു പറഞ്ഞു, ഡിസംബർ 30 ഹസ്ബൻഡിൻ്റെ കത്ത് വരും. അമ്മ ഈശോ നിന്നെ സഹായിച്ചിരിക്കുക, നീ പൊക്കോളാൻ പറഞ്ഞു. അവൾ പോയി. പക്ഷേ ആൾക്കാർ രാത്രി 9 വിരിഞ്ഞപ്പോൾ ഞാൻ ഈശോൻ്റെ അടുത്ത് വന്നു, ഈശോ കള്ളത്തരമാണ് പറഞ്ഞതല്ലേ, ഡിസംബറിന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ല. എന്നോട് 31 പറഞ്ഞുള്ളേ, 31. ഞാൻ ഡിസംബർ ആഡ് ചെയ്തതാണ്. ആ പാവത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അപ്പം ഞാനത് പട്ടാങ്ങി പറഞ്ഞു. കാര്യം അവൾ എൻ്റെ കൂടെ പഠിച്ചതല്ലേ. അപ്പോൾ അവൾ വേദനിക്കുമ്പോൾ എനിക്കൊരു വേദന ഇപ്പം തോന്നി, അതുകൊണ്ട് രക്ഷപ്പെടണം. ഞാൻ 30 നീ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്നെ ആശ്രയിച്ച് ഡിസംബറിന്ന് ചേർത്തതാ. എൻ്റെ മക്കളെ, ഈശോ ഒരു സൂപ്പർ പരിപാടിയാട്ടാ. 1.5 മാസം കഴിഞ്ഞപ്പോൾ ഡിസംബർ 30 ആ 30-ാം തീയതി ഈ മനുഷ്യൻ്റെ കത്ത് വന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതായത് എനിക്ക് അപ്പോഴേ മനസ്സിലായി നമ്മൾ ഒറ്റക്കല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എന്താ, ഞാൻ അവിടുത്തെ ഒരു എളിയ പ്രവർത്തകൻ. ഞാൻ തോന്നിയവാസം കാണിച്ച അനുവാദമില്ലാതെ എനിക്ക് അവരോടുള്ള സ്നേഹത്തിൽ ചെയ്ത കാര്യമാണ്. എന്നിട്ട് ആ വാക്ക് കേട്ടിട്ട് ഡിസംബർ 30 ഞാൻ പറഞ്ഞ മാസം ഈശോ എടുത്തു. അതാണ് എൻ്റെ വിഷയം. അതായത് നമ്മൾ ദൈവത്തോട് അടുപ്പവും സ്നേഹവും വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കേൾക്കും. അപ്പം ഞാൻ രാത്രി പറഞ്ഞില്ല, ഈശോ അബദ്ധം പറ്റിയാണ്, ഡിസംബറെന്ന് നീ പറഞ്ഞില്ല, 30 നീ പറഞ്ഞത്, ഞാൻ ഡിസംബറെന്ന് ആക്കി കൊടുത്തതാ, സഹായിക്കണേ. അവളെ 4 ദിവസം ഡിസംബർ 30 കത്ത് വരുന്നു. പിന്നെ ജനുവരി 4 ഹസ്ബൻഡ് വരുന്നു, ഇവളെ കൂട്ടിക്കൊണ്ട് പോകുന്നു, അവർക്ക് കുഞ്ഞു ജനിക്കുന്നു. എത്ര പെട്ടെന്നാണ് പടുപടാന്ന് കാര്യങ്ങൾ, എന്തോരം ഡ്രാസ്റ്റിക്കായിട്ട് കിടന്ന കാര്യങ്ങളാണ്. ഈ പാമ്പ് വിഴുങ്ങിയിട്ട് 2 കൊണ്ടെന്ന് വെച്ചിരിക്കുക. ആ സാധനത്തിന് ഏണിയെ കൂടി കയറ്റി 99 കയറ്റിരിക്കുക. കൈയടിക്കുക, ഹല്ലേലൂയ. ഇതുപോലെ നിന്റെ ജീവിതവും ഇന്ന് പാമ്പ് വിഴുങ്ങപ്പെട്ട് നിന്റെ ജീവിതം, നിന്റെ ജോലി, നിന്റെ വിവാഹം, നിന്റെ പ്രൊഫഷൻ, നിന്റെ സാമ്പത്തിക മേഖല, നിന്റെ ആരോഗ്യം പാമ്പ് വിഴുങ്ങി 2 കൊണ്ടെന്ന് വെച്ചേക്കണമെങ്കിൽ കർത്താവ് ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ എന്നെ ഇപ്പം സവിക്കുന്നതിലൂടെ ഈ വിശ്വാസത്തിൽ വളരുന്നതിലൂടെ നിന്നെ അടുത്ത ഏണിയെ കൂടി കയറിയിട്ട് നമ്മളും 99 വരും. ശ്രുതിയുടെ ഹല്ലേലൂയ. അപ്പൊ ഞാൻ രാജേഷിനോട് പറഞ്ഞു, രാജേഷേ പച്ചക്കാട് ഈശ കാണിച്ചതാണ്. എനിക്ക് രാജേഷിൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മയോട് എനിക്ക് ഭയങ്കര ബഹുമാനം. കാര്യം എനിക്ക് ഈശോ പച്ചക്കാടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എന്താണെന്ന് പോലും പറഞ്ഞില്ല. രാജേഷ് ഒന്നും അറിയത്തില്ല. അമ്മയുടെ ഒറ്റ വിശ്വാസമാണ്. അച്ഛന് കർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വരുവടാ, അത് വെയിറ്റ് ചെയ്യും. നമ്മൾ ഓരോരുത്തരും പോകത്തില്ല. പിന്നെ അവിടെ പോയി നോക്കി, ഇവിടെ പോയി നോക്കി, നിൽക്കുക. എൻ്റെ സഹോദരങ്ങൾ, അതായത് എല്ലാ അഡ്മിഷനും കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി എ കെ ആൻ്റണിയാണ് അന്ന് ഇരിക്കുന്നത്. മുഖ്യമന്ത്രി എ കെ ആൻ്റണി ഇതുപോലെയുള്ള, അതായത് സാമ്പത്തികമായി നിലവാരം കുറയുകയും എന്നാൽ പഠിക്കാനുള്ള മെറിറ്റുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ഗ്രീൻ കാർഡ് ഇറക്കി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് ഇന്നാള് ഇപ്പം ഈ രാജേഷ് ഡോക്ടർ എം ഡി ആയിട്ട് മസ്കറ്റ് ജോലി ചെയ്യാൻ. ഇപ്പം ഞാൻ എൻ്റെ പള്ളി അപ്പുറത്തൊരു പള്ളി ഉണ്ടായിരുന്നു. അത് പള്ളി പണി തീർന്നു കഴിഞ്ഞപ്പോൾ 43,000 രൂപ ഞാൻ അഡ്വാൻസ് ചെയ്തായിരുന്നു. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള കാശാണ് അഡ്വാൻസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് പിരിഞ്ഞപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ പള്ളി വിളിച്ച് പറഞ്ഞു, ഇത്രയും നമ്മൾ 1,06,00,000 രൂപയുടെ വർക്ക് ചെയ്തു. അതിൽ 2 ലക്ഷം രൂപ അച്ഛൻ സ്പോൺസറായിരുന്നു. അത് ഞാൻ സ്പോൺസറിനോട് വാങ്ങിച്ച് വെച്ചിട്ടുള്ള അത് ഞാൻ ആ കട ഞാൻ ഏറ്റിരിക്കുന്നത്. സ്പോൺസർ തന്നില്ലെങ്കിൽ ഞാൻ സഹിച്ച് ഞാൻ ഏറ്റുള്ള കാര്യം ഞാനാണല്ലോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 43,000 രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തരാനുള്ള പോലെയാണ് കണക്ക് ക്ലോസ് ചെയ്യണത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. അത് കാര്യം പള്ളിക്ക് ആശയില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ അവിടെ തരാൻ എൻ്റെ അടുത്ത് ഈ പള്ളിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയണില്ല. ഞാൻ ആവശ്യപ്പെടാൻ ആ വിഷയം ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഈ രാജേഷ് അന്ന് നാട്ടിൽ വന്നിട്ടുണ്ട്. അന്നത്തെ രാജേഷ് നാട്ടിൽ വന്നിട്ടുണ്ട്. അവൻ എൻ്റെ കുർബാനൊക്കെ ഉണ്ട്. ഇവനോട് കുർബാനക്കുള്ള കാര്യം ഞാൻ അറിയത്തില്ല. കുർബാന കഴിഞ്ഞപ്പോൾ ചോദിച്ച്, ആ 43,000 രൂപയില്ലേ അത് അക്കൗണ്ട് തന്നിച്ചാൽ മതി, അയച്ചു തന്നേക്കാ പറഞ്ഞു. ഞാൻ തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ പോയിരുന്നപ്പോൾ അവിടെ ഇൻവെർട്ടർ ഇല്ല. അപ്പോൾ ഞാൻ രാജേഷെ വാട്സാപ്പിലിട്ട് ഇവിടെ ഇൻവെർട്ടർ ഇല്ലെന്ന്. അപ്പോൾ പറഞ്ഞ് അക്കൗണ്ടിങ് ഡാമം തരാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അക്കൗണ്ട് ചോദിച്ചപ്പോൾ 43,000 കൃത്യം എത്ര രൂപ അണച്ചാന്ന് അക്കൗണ്ട് നോക്കി പറഞ്ഞു. അപ്പോൾ 43,775 രൂപ അത്രയും സംഭവം അക്കൗണ്ടിൽ കിട്ടി തന്നു. അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിൽ ഇൻവെർട്ടർ മേടിച്ചതുകൊണ്ട് ഞാനങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ആ ഇൻവെർട്ടർ മേടിച്ച് വെച്ചപ്പോഴേ ആ ഇൻവെർട്ടർ മേടിച്ച ദിവസം തന്നെ അവിടുത്തെ കറണ്ട് പോയി. അന്ന് ഇൻവെർട്ടറിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് പണ്ട് കോഞ്ഞാട്ട് തൈമടലിൽ കൊണ്ടുവന്ന് ഞാൻ 97 ചെളിയെല്ലാം തേച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഇവന് നെഞ്ചത്ത് വെച്ച് കൊടുത്ത് പറഞ്ഞില്ലേ പച്ചക്കാർഡെന്ന്. കർത്താവ് ഇങ്ങനെ സഞ്ചരിക്കണം. ശരിക്കും പറഞ്ഞു ദൈവത്തിലെ ഈ ലോകത്തായാലും വരാനിരിക്കുന്ന ലോകത്തായാലും ജീസസ് അലോൺ, ഈശോ മാത്രം മതി. ശ്രുതികട ഹല്ലേലൂയ 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 യേശു മതി എനിക്ക് യേശു മതി. പ്രാർത്ഥിക്കുക, യേശു മതി എനിക്ക് യേശു മതി. കഷ്ടങ്ങൾ മാത്രം സഹിച്ചെന്നാലും പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളെല്ലാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയാലല്ല, കർത്താവിൻ്റെ കൃപയാൽ. നമ്മളെല്ലാം ഇന്നത്തെ സാഹചര്യങ്ങളെയും സഹന സാഹചര്യങ്ങളെയും സങ്കട സാഹചര്യങ്ങളെയും സംഘർഷ സാഹചര്യങ്ങളെയും നമ്മൾ അതിജീവിക്കും. കർത്താവിൻ്റെ കൂടെ ഇവിടെയും വാഴും, നിത്യതയിലും വാഴും. അമ്മേ, പരിശുദ്ധമ്മേ, ഈ നിമിഷം വരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിച്ചു തന്നതിനും വചനങ്ങളിലൂടെ എല്ലാം വെളിപ്പെടുത്തി തന്നതിനും നന്ദി പറയുന്നു. അതേ വിശ്വാസത്തിലെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങൾ വിശ്വാസികളിലും ഞങ്ങൾ നിസ്സാരന്മാരാണ്. ക്രിസ്ത്യാനി എന്ന പേരിന് പോലും യോഗ്യതയില്ലാത്തവരാണെങ്കിലും കർത്താവേ, നിൻ്റെ കൃപയാൽ യോഗ്യത പ്രാപിക്കുവാൻ അർഹതയുള്ള ദൈവപൈതങ്ങളായി ഞങ്ങൾ ഉയർത്തിയതിന് നന്ദി പറയുന്നു. ഇനി കുർബാനയുടെ ഓരോ ഭാഗങ്ങളിലും കർത്താവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കുർബാനയിൽ തന്ന വചനത്തിൻ്റെ സന്ദേശമനുസരിച്ചുകൊണ്ട് ഇവിടെയുള്ള ഓരോ മകനെയും മകളെയും ഭൗതിക സാഹചര്യങ്ങളിലെ, ആത്മീയ സാഹചര്യങ്ങളിലെ, പ്രൊഫഷൻ്റെ വേദികളിലെ, സാമ്പത്തിക മേഖലകളിലെ, രോഗസൗഖ്യ മേഖലയിലെല്ലാം നീ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു മഹത്വം, മഹത്വം, മഹത്വം. യേശു അവിടുത്തെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നന്ദി, യേശു നന്ദി, യേശു നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു മഹത്വം.